ഇപ്പോഴത്തെ ഈ ചൂട് കാരണം നമുക്ക് വീടിന് പുറത്ത് പോലും ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ വിയർത്തൊഴുകുകയാണ്. വീടിന് ചുറ്റും കോൺക്രീറ്റ് ചെയ്യുമായിരുന്നു ഇന്നത്തെ പരിപാടി. പണി ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ തുടങ്ങിയാണ്. ഇപ്പം വൈകുന്നേരം ഒരു 5:30 ആവാറായിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നല്ല ചൂടാണ്. ഇതാണ് നമ്മൾ ചെയ്ത വർക്ക്. ഇങ്ങനെ നമ്മൾ വീടിന് ചുറ്റും കോൺക്രീറ്റ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ ഷീറ്റിൽ നിന്നൊക്കെ വീഴുന്ന വെള്ളം മണ്ണിൽ തെറിച്ച് ഭിത്തിയിൽ ചെളി തെറിക്കുകയാണ്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്നത്. അല്ല, നല്ല എലിയുടെ ശല്യമുണ്ട്. എലി ഇങ്ങനെ തുരക്കുകയാണ് ഈ കല്ലുകെട്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യാമെന്ന് വെച്ചത്. ഞാനും അച്ചാച്ചനും അപ്പച്ചനും കൂടാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. ഈ ഇരിക്കുന്നതാണ് എൻ്റെ അപ്പച്ചൻ. അപ്പച്ചൻ പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. പണി എങ്ങനെ ഉണ്ടായത് അപ്പച്ചൻ ഇന്നത്തെ പണി കൊള്ളാരും ഭയങ്കര പണിയെക്കാളും ഭയങ്കര നിരത്തിക്കാനൊക്കത്തില്ല, അത്രയും ചൂടായിരുന്നു. ചൂടല്ലയോ? അച്ചാനോട് ചോദിക്കാം, ഇന്നത്തെ പണി എങ്ങനെ ഉണ്ടാവും അച്ഛാ? ഇന്നത്തെ പണി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ചൂടല്ലായിരുന്നു പണി. ചൂടും കൊണ്ട് രക്ഷയില്ലല്ലേ? ചൂടെന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് മേലെല്ലാം പുള്ളിയോ? പൊള്ളി കൂടുന്ന ആരോ. എനിക്കും അതേ പറയാനുള്ളൂ. നല്ല ചൂടാണ് കേട്ടോ. വീടിന് വെളിയിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ ഇന്നത്തെ പണി കഴിഞ്ഞപ്പം അമ്മ ചായ കൊണ്ടു തന്നു. ചായയും അച്ചപ്പം ഉണ്ടായിരുന്നു. അതും കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ പണി അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ താഴെയായിട്ട് ഒരു ആറുണ്ട്. ഇനി ആറ്റിൽ പോയി ഒന്ന് കുളിക്കണം. അങ്ങനെ പണി കഴിഞ്ഞപ്പോൾ നമ്മുടെ പണി സാധനങ്ങളെല്ലാം കഴുകി വെച്ചു. ഇനി നേരെ ആറ്റിലോട്ടാണ് പോകുന്നത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ ആറ്. വലിയ ആറാണ്. പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുമാണ് ആറ്റിൽ. അങ്ങനെ ആറ്റിലിറങ്ങി ഒരു കുളി പാസ്സാക്കി നേരെ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.